ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് രാധേശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. ഭഗവാന്റെ അപാരമായ കാരുണ്യം കൊണ്ട് നമുക്ക് ഇന്ന് ഈ ഒരു സമയത്ത് ഭഗവാൻ നമ്മളെല്ലാവരെയും സത്സംഗത്തിൽ ഒരുമിച്ചിരുത്തിയിരിക്കുകയാണ്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആ കാരുണ്യത്തിൻ്റെ മുന്നിൽ, ആ ഭക്തവാത്സല്യത്തിൻ്റെ മുന്നിൽ മനസ്സുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗം ആരംഭിക്കാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ നമസ്കരിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും കൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഭഗവാന്റെ കഥകൾ പറയാൻ. അതിന് ഓരോരുത്തർക്കും ഓരോ കഴിവ് വേണമെന്ന് ചോദിച്ചാൽ സ്വന്തമായിട്ട് കഴിവ് കൊണ്ടൊന്നും ഒരാൾക്കും ഒന്നും പറയാൻ സാധിക്കില്ല. ഈശ്വരൻ്റെ കൃപാകടാക്ഷം കൊണ്ട് മാത്രമേ അത് സാധിക്കുള്ളൂ. അപ്പോൾ കൃപാകടാക്ഷം ഉണ്ടാവണമെങ്കിൽ ഈശ്വരനോട് നമുക്ക്, ആ ഭഗവാനോട് നമ്മുടെ ഉള്ളിലൊരു പ്രേമം തോന്നണം. അപ്പോഴേ ആ ഭഗവാനെ പറ്റി അറിയണം എന്ന് ആഗ്രഹം ഉണ്ടാവുള്ളൂ, ഒരു ഇഷ്ടം ഉണ്ടാവണം. എങ്കിലേ അറിയണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുള്ളൂ. ആ ഇഷ്ടം ഉണ്ടാവണമെങ്കിൽ എങ്ങനെയാണ്? നമ്മൾ വളരെ ചെറുപ്പത്തിലെ തന്നെ നമ്മൾക്ക് നമ്മുടെ അച്ഛനമ്മമാരോ മുത്തശ്ശനോ മുത്തശ്ശിയൊക്കെ കൃഷ്ണൻ്റെ കഥകൾ ഒക്കെ പറഞ്ഞു തരിക, ഭഗവാന്റെ കഥകളൊക്കെ പറഞ്ഞു തരിക. അങ്ങനെ ആ കഥകൾ പറഞ്ഞു തരുന്ന സമയത്ത് നമുക്കത് കേൾക്കുമ്പോൾ അതിൽ ഒരു ഇഷ്ടം ഉണ്ടാവും. ആ ഇഷ്ടം വളർന്നു കഴിഞ്ഞ് അറിയാനുള്ള ആ ഇഷ്ടം കൊണ്ട് മാത്രം, ആ കഥകൾ കേട്ടത് കൊണ്ട് മാത്രം നമുക്ക് ആ പ്രേമഭക്തിയൊന്നും ഉണ്ടാവണമെന്നില്ല. എന്നാലും അത് അറിയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ബുദ്ധിക്കനുസരിച്ചിട്ട് അത് അങ്ങനെ എങ്ങനെയാണ് ശരിയാവുക, ഇതിങ്ങനെ എങ്ങനെയാണ് ശരിയാവുക എന്നുള്ള അപഗ്രഥനമൊക്കെ ഉണ്ടാവും. അപ്പോൾ കൂടുതൽ അതിനെപ്പറ്റി അറിയാനുള്ളൊരു ഇഷ്ടമൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഈ ഭാഗവത സപ്താഹങ്ങളും കാര്യങ്ങളും അതൊക്കെ കേൾക്കാൻ തുടങ്ങിയത്. അതൊക്കെ കേൾക്കാനായിട്ട് ഇടവരും. നമുക്ക് ആഗ്രഹം ഉണ്ടാവുമ്പോൾ ഭഗവാൻ അതൊക്കെ നമ്മൾക്ക് ആ ഇച്ഛയൊക്കെ നമുക്ക് സാധിപ്പിച്ചു തരും. നമ്മുടെ ഉള്ളിൽ കൊതി ഉണ്ടായാൽ മാത്രം മതി. അങ്ങനെ ആ സത്സംഗങ്ങളിലൂടെ, ഗുരുകാരണന്മാരുടെ അനുഗ്രഹങ്ങളിലൂടെ ഒരുപാട് പേരുടെ ഭക്തി മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന ധാരാളം പേരുടെ അനുഗ്രഹങ്ങളിലൂടെയൊക്കെയാണ് ആ ഭഗവാനെ പറ്റി എന്തെങ്കിലും രണ്ട് വാക്ക് പറയാനുള്ളൊരു സുകൃതം വന്ന് ലഭിക്കണത്. കഥകൾ ധാരാളം കേട്ട് പറയാൻ കൊതിച്ച് ഒരുപാട് സജ്ജനങ്ങളുടെ അനുഗ്രഹത്തിലൂടെയാണ്. അപ്പോൾ ഇതെല്ലാം ആ പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാ കടാക്ഷമാണ്, ആ ഭഗവാന്റെ വാത്സല്യമാണ്. നമുക്ക് ഇഷ്ടം ഉണ്ടായാൽ മാത്രം മതി, ബാക്കിയൊന്നും വേണ്ട, അതിലപ്പുറത്തൊന്നും വേണ്ട. എല്ലാം നമ്മളുടെ ആ ചിന്താഗതിക്കനുസരിച്ചിട്ടാണ്.
രോഗങ്ങൾ വരണതും ദുരിതങ്ങൾ വരണതൊക്കെ നമ്മളതിനൊക്കെ എങ്ങനെ സ്വീകരിക്കണമെന്ന് വിചാരിച്ചിട്ടേ അതുപോലെ ആയിരിക്കും അതിൻ്റെ ഒരു തീവ്രത. നമുക്ക് വരുന്ന കർമ്മപ്രാരാബ്ധങ്ങൾക്കനുസരിച്ച് വന്നു ചേരണം ഓരോന്നും. എങ്ങനെയാണോ നമ്മൾ അതിനെ സ്വീകരിക്കണത്, അതിനെ എത്ര തീവ്രമായിട്ട് നമ്മളിലേക്ക് നമ്മൾ എടുക്കുന്നുണ്ട് എന്നത് അനുസരിച്ചിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും. അതിനെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ചിന്താഗതികൾ, ഈശ്വരനിലുള്ള ഉറപ്പ്, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഓരോ കർമ്മങ്ങളും. അതെ, ഒന്നിലും പുറകെ ഒന്നായിട്ട് ദുരിതങ്ങൾ മാത്രം വരണ കഥകൾ പറയുന്ന ധാരാളം പേരുണ്ട്. എന്താ എനിക്കിങ്ങനെ മാത്രം ദുരിതങ്ങൾ വരണേ, ഇങ്ങനെ മാത്രം ദുരിതങ്ങൾ വരണേന്ന്. അപ്പോൾ അവരാ കഥകൾ പറയുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടവും. എന്തിനാ ഗുരുവായൂരപ്പ ഇങ്ങനെ ദുരിതങ്ങൾ മാത്രം കൊടുക്കണത്? ഭഗവാനെ ആശ്രയിച്ചിട്ടും എന്താ അവർക്ക് ദുഃഖം എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഭഗവാൻ അതിനുള്ളൊരു ഉത്തരം. കാരണം ദുഃഖം തേടി നടന്നാൽ ദുഃഖം കിട്ടും. നമ്മൾ എന്തിനാണോ അന്വേഷിച്ച് നടക്കുന്നത് അതാണ് നമുക്ക് വന്നു ചേരുക. ദുഃഖം അല്ല തേടി നടക്കുന്നത്, ശാന്തിയും സമാധാനവും. ആ ഭഗവാനെ തേടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ശാന്തിയും സമാധാനവും ഒക്കെ തന്നെ വരും. അത് വെറുതെ പറയണതല്ല, ഭഗവാൻ തന്ന ഉത്തരം തന്നെയാണ്. കാരണം ധാരാളം പേര് ദുഃഖങ്ങളും ദുരിതങ്ങളുമായിട്ട് സങ്കടപ്പെടുന്നവർ ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ നമ്മുടെ കുടുംബത്തിലെ, കൃഷ്ണ കുടുംബത്തിലെ തന്നെ പലരും പങ്കുവച്ച കഥകളുണ്ട് അല്ലേ. ജയൊക്കെ വന്ന് പങ്കുവച്ചതുണ്ട് അവരുടെ ജീവിതത്തിലെ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച ഒരു കാലഘട്ടത്തിനെ പറ്റിയിട്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഈശ്വരനാമം ജപിക്കാനും ഭഗവാന്റെ കഥകൾ കേൾക്കാനൊക്കെ കൂടുതൽ അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചത്. ഇറങ്ങിച്ചെന്നതോടു കൂടിയിട്ട് അവരുടെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും പണ്ടുള്ളതിന് വല്ല വ്യത്യാസം ദുരിതങ്ങൾക്ക് വന്നോ, അവരുടെ ആ കർമ്മപ്രാരാബ്ധങ്ങൾ നശിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ദുഃഖം കുറഞ്ഞു വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനേക്കാളും കൂടുതൽ ശ്രദ്ധ ഭഗവാനോടായി. അപ്പം അതുകൊണ്ട് ആ ദുഃഖം കുറഞ്ഞു വന്നു. പിന്നെ അതിനെയൊക്കെ ഓരോന്നിനെയും നമ്മൾ അവഗണിക്കുമ്പോൾ അത് തന്നെത്താൻ നമ്മളെ വിട്ടുപോയി. അങ്ങനെ ആണ് അവർക്ക് അങ്ങനെ പറഞ്ഞ പല അനുഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിനെ മാത്രം നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതിനോടാണോ നമ്മുടെ ആ മനസ്സ് കൂടുതൽ ഒട്ടി നിൽക്കുന്നത് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവമാവുക. ആ ഒരു പാഠം ഭഗവാൻ പലരിലൂടെ പഠിപ്പിച്ച പാഠമാണ്. നമുക്ക് വരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മളെ ബാധിക്കാണ്ട് പോണതും ബാധിച്ചിട്ട് പോണതും, ബാധിച്ചിരുന്ന കാലഘട്ടം അതേ കാലഘട്ടത്തിന് വ്യത്യാസമൊന്നും ഉണ്ടായില്ല. പക്ഷെ നാമജപം തുടങ്ങിയോട് കൂടിയിട്ട് എനിക്ക് എൻ്റെ ഉള്ളിൽ എൻ്റെ ചിന്താഗതിക്ക് മാറ്റങ്ങൾ വന്നതോടുകൂടി എൻ്റെ വിഷമങ്ങളെല്ലാം തീർന്നു എന്ന് അനുഭവത്തിലൂടെ പറഞ്ഞ് പലരുടെ അറിയാം. അപ്പം നമുക്ക് ഈ ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഈശ്വരനിലേക്ക് മനസ്സ് ചേർത്ത് വയ്ക്കുക, നാമം ജപിക്കുക എന്നുള്ളതൊക്കെ അതാണ് ഈ ഭവരോഗത്തിനുള്ള സിദ്ധ ഔഷധം. ഓരോന്നിനും ഓരോ രോഗത്തിനും ഓരോ മരുന്നുണ്ടല്ലോ. നമ്മൾ അനുഭവിക്കുന്നത് മുഴുവൻ ഭവരോഗമാണ്. ഈ രോഗങ്ങളൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് വളരെ ബുദ്ധിമുട്ടി, നിങ്ങൾക്കൊക്കെ അറിയാം, 1 മാസത്തോളം സത്സംഗമൊന്നും ഇല്ലാണ്ടിരുന്നു. നല്ല കഫക്കെട്ടും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. എന്താ കാരണം ഉണ്ടായേ? ഡസ്റ്റ് അലർജിയാണ് കാരണം ഉണ്ടായത്. ആ അലർജി അതിന് കാരണമായിട്ട് തീർന്നു. അതെങ്ങനെയാണ് വന്നു പെട്ടെ? അത് അടിച്ചു വാരി തുടച്ചു, അപ്പോൾ ഡസ്റ്റ് അലർജി വന്നു. അപ്പോൾ അത് പൊടി ആണ്, അത് അലർജി ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സുരക്ഷിതത്വം ഇപ്പോൾ ഭഗവാൻ നമ്മളെയൊക്കെ മാസ്കൊക്കെ ഇടിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് ഇത്തിരി ശ്രദ്ധയോടുകൂടി ചെയ്തു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് അത് ചെയ്യാണ്ട് അശ്രദ്ധമായിട്ട് അത് ചെയ്തതോട് കൂടിയിട്ട് അസുഖം വന്നു. അസുഖം വന്നാൽ പിന്നെ അതിന് ഔഷധ സേവയല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. അപ്പോൾ വരാണ്ട് നോക്കുക എന്നുള്ളത് നമ്മുടെ ശ്രദ്ധ കൊണ്ട് വേണം. അതാണ് നമ്മുടെ കർമ്മങ്ങളെ കൊണ്ടാണ് നമുക്ക് ഓരോ പ്രാരാബ്ധങ്ങൾ വരുന്നത്. അപ്പോൾ അശ്രദ്ധമായി ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്കിതുപോലെ കർമ്മപ്രാരാബ്ധങ്ങൾ ഭവരോഗങ്ങളാക്കി തീർക്കും. അപ്പോൾ രോഗം വന്നാൽ ചികിത്സിക്കാണ്ട് പറ്റില്ല.
രോഗം വന്നു കഴിഞ്ഞിട്ട് എന്നാലും എനിക്കിങ്ങനെ രോഗം വന്നുല്ലോ ഭഗവാനെ, ഞാൻ അവിടുത്തെ നാമം ജപിച്ച് ഇതൊക്കെ ചെയ്തിട്ട് ആ പൂജാമുറി അടിച്ചു വാരി തുടയ്ക്കാനല്ലേ ഞാൻ ചെയ്തത് എന്നൊക്കെ ചോദിച്ച് നമ്മൾ പരാതി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് പറ്റാത്തതിനെ നീക്കി നിർത്തുക എന്നുള്ളത് ഓരോ ശരീരത്തിൻ്റെയും ഒരു അവസ്ഥയാണ്. നല്ല തിളച്ച വെള്ളം കൊണ്ടുവന്നിട്ട് റബ്ബറിൻ്റെ പാത്രത്തിൽ ഗ്ലാസ്സിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ആ റബ്ബർ പാത്രം ഉരുകി പോവുക ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ അതിന് തണുത്ത വെള്ളം എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നല്ല ചൂടോട് കൂടിയിട്ട് കുപ്പി ഗ്ലാസ്സിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ഗ്ലാസ്സുകൾ പൊട്ടിപ്പോവും. അപ്പോൾ അതിന് അങ്ങനത്തെ അത്രയും ചൂടുള്ളത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്ക് ആ ഒരു വിവേചന ബുദ്ധി നമുക്കുണ്ട്. പിന്നെ നമ്മളതങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇത് ഒരു പക്ഷേ നമ്മളുടെ ഏതെങ്കിലും വലുതായിട്ട് നടക്കേണ്ട ഒരു പ്രാരാബ്ധ കർമ്മത്തിന് ഭഗവാൻ ഇതുപോലെ ആ ഒരു അശ്രദ്ധ പോലും ഈശ്വരൻ്റെ അനുഗ്രഹമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വന്ന് ഇതുപോലെ അനുഭവിച്ച് പോകേണ്ടതിലും വലുതായിട്ട് അനുഭവിക്കേണ്ട പലതും ഇങ്ങനെ അനുഭവിച്ച് പോകേണ്ടതായിരിക്കും. ഒന്നും നമുക്ക് അറിയില്ല. നമുക്ക് ഒന്നേ അറിയുള്ളൂ, നമുക്ക് എപ്പോഴും ഏതിനും എന്തിനും നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ട് ആശ്രയമായിട്ട്. ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അല്ലേ, കഴിഞ്ഞ ദിവസം നമ്മൾ പാടിയ പോലെ ഏതൊക്കെ വിപത്ത് വന്നിട്ടെന്നെ തളർത്താൻ ബത നോക്കിയാലും നിന്നെക്കുറിച്ചോർത്തു കഴിഞ്ഞിടുന്നോരെന്നെ തകർക്കാൻ കഴിയില്ല കണ്ണാന്ന് പറഞ്ഞ പോലെ. അത് വെൺമണി ഭവദാസ് തിരുമേനിയുടെ വരികളാണ്. ഒരുപാട് എനിക്കിഷ്ടമായി ആ വരികൾ. ശരിക്കും സത്യം. അത് ഓരോരുത്തരുടെയും ഉള്ളിൽ അത് ഉറപ്പാണ് എന്നുള്ള ഒരവസ്ഥ. ശരിക്കും അതെ, പല ഘട്ടങ്ങളിലും നമ്മളെ തളർത്താതെ കണ്ട് നമ്മളെ മുറുക്കി പിടിച്ചത് ഭഗവാന്റെ നാമജപം തന്നെയാണ്, ഭഗവാന്റെ സൽക്കഥകൾ തന്നെയാണ്. സാധിക്കട്ടെ എല്ലാവർക്കും എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കഴിഞ്ഞ ദിവസം വായിച്ചു വച്ച ബാക്കി ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെയാണ് വായിച്ചു നിർത്തിയേ? കഴിഞ്ഞ ദിവസം വിപ്രപത്നിമാരുടെ അടുത്തേക്ക് ഗോപക്കുട്ടികൾ പോണവരല്ലേ. അപ്പോൾ വിപ്രപത്നിമാരുടെ അടുത്തേക്ക് ആ ഗോപക്കുട്ടികളെ പറഞ്ഞേക്കണു. കണ്ണൻ പറയണു, ഒരു തവണ ചെന്നു അല്ലേ, ഒരു തവണ ചെന്നിട്ട് അവരെ അപമാനിച്ച് വിട്ടു. അപ്പോൾ കണ്ണനോട് പറഞ്ഞ് അവർ ചെന്ന്, കണ്ണാ നീ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ പോയി, എന്നിട്ട് ഞങ്ങളെ അപമാനിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണോ ചെയ്ത്? അല്ല, അവർ പറഞ്ഞ് എന്താ കണ്ണ, അവർ അപമാനിച്ചു, ഞങ്ങളെ അപമാനിച്ചതിൽ ഞങ്ങൾക്ക് വിഷമമില്ല, പക്ഷേ കൃഷ്ണൻ്റെയും രാമൻ്റെയും പേര് പറഞ്ഞിട്ട് പോലും അവരതിനെ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും വിഷമമായത് എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയണു. പറഞ്ഞാൽ അവർക്ക് കൃഷ്ണനെയും രാമനെ അറിയില്ല. അറിയാത്തവരുടെ മുമ്പിൽ എന്ന് കൃഷ്ണൻ രാമൻ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമോ? അറിയണവരുടെ മുമ്പിൽ എന്ന് പറയൂ. അപ്പോൾ അവരിലൂടെ, അറിവുള്ളവരുടെ മുമ്പിൽ എന്ന് പറയുക, അവരുടെ ആ പ്രവർത്തികളിലൂടെ, അവരുടെ അനുഭവങ്ങളിലൂടെ അറിയാത്തവർക്ക് അറിയാൻ അത് നിമിത്തമായിട്ട് തീരുക ചെയ്യുക. അപ്പം അതുകൊണ്ട് നിങ്ങളൊന്നും പറയണ്ട, നിങ്ങൾ ഭക്ഷണം തരാൻ പോലും പറയണ്ട. ആ നന്ദഗോപരുടെ മക്കളായിട്ടുള്ള രാമകൃഷ്ണന്മാർ ഇതാ അവിടെ വന്നിട്ടുണ്ട്, ഞങ്ങൾ കാട്ടിൽ ഗോക്കളെ മേയ്ക്കാൻ വന്നതാണെന്ന് മാത്രം ആ അമ്മമാരോട് പോയി പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതാ അവർ അവിടെ പോണ ഭാഗങ്ങളാണ്. ആ എല്ലാവരും ഈ നമുക്കുണ്ടല്ലോ ഇങ്ങനെ ഒരു കുട്ടികൾക്കുള്ളൊരു പ്രത്യേകതയാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ, കുട്ടികളെ ശ്രദ്ധിച്ചോളൂ, അവർക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെങ്ങനെ നടക്കണു, അവരെങ്ങനെ ഒരുങ്ങണു എന്നൊക്കെ അവർ നല്ലോണം ശ്രദ്ധിക്കും. എന്നിട്ട് അവരെ പോലെ കുട്ടികൾ, ചില കുട്ടികളൊക്കെ ഉണ്ട് ഈ സിനിമയൊക്കെ കണ്ടിട്ട് ആ സിനിമയിലെ നായകനെ, ചില നായകന്മാരെയൊക്കെ ഇഷ്ടമാണെങ്കിൽ ആ നായകന്മാരിട്ട ഡ്രസ്സ് അവർ വാശി പിടിച്ച് മേടിക്കും. അവരുടെ സ്വഭാവം അറിയണ ഈ ബിസിനസ്സുകാർ അതുപോലെ കുറേ വസ്ത്രങ്ങൾ തയ്ച്ചിടുകയും ചെയ്യും കടകളിൽ. എന്നിട്ട് അത് മേടിച്ച് അവരൊരുങ്ങണ പോലെ ഒരുങ്ങി നടക്കുക. എന്നുവെച്ചാൽ അവരോടുള്ളൊരു ഇഷ്ടം അങ്ങനെ അത് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ അങ്ങനെ. അതുപോലെയാണ് ഇതാ ഈ ഗോപക്കുട്ടികളൊക്കെ എന്താ ചെയ്യുക, കണ്ണനെ പോലെ, എല്ലാവരും കണ്ണനെ പോലെ അത്രയും നടക്കുക. ആ വാർക്കൂന്തലിൽ മയിൽ പീലി, വെൺഗോപിക്കുറി നെറ്റിയിൽ, മഞ്ഞപ്പവും പട്ടരയിലീ മട്ടിഴും ഗോപബാലരെ,
കണ്ടു കൗതുകമുൾത്തിങ്ങും വിപ്രപത്നികൾ മെല്ലവേ ചോദിച്ചു നിങ്ങളെല്ലാവരും എങ്ങുള്ളോരം കിടങ്ങളെ. ഇതാ ഈ ഗോപബാലന്മാരൊക്കെ കൂടി പോയിട്ട് അവിടെ ആ അടുക്കള വശത്തേക്ക് അങ്ങോട്ട് ചെന്നു. അടുക്കള വശത്തേക്ക് ചെന്നിട്ട് അവരവിടെ നിന്നു. അവിടെ നിന്നപ്പോൾ ആ വിപ്രപത്നിമാരൊക്കെ അവിടെ ഓരോരോ കാര്യങ്ങൾ അവരുടേതായ ജോലികളൊക്കെ ചെയ്തിട്ട് അവർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ കണ്ടപ്പോൾ കൗതുകം തോന്നിയിട്ട് ഒരാളിങ്ങനെ നോക്കി. അപ്പോൾ ഇവരിതാ ആ കുട്ടികളുടെ ആ ചാബല്യത്തോടു കൂടി ഒന്ന് ചിരിച്ച് നാണം കുണിയൊക്കെ എല്ലാവരും അവിടെ നിൽക്കണം. അപ്പോൾ അത് കണ്ടപ്പോൾ കൗതുകം തോന്നിയപ്പോൾ ചോദിച്ചു, അല്ല നിങ്ങളെവിടെയുള്ളവരാ, നിങ്ങൾ എന്തേ ഇങ്ങോട്ട് പോകുന്നത് എന്ന് ഒരു അമ്മ ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ മറ്റുള്ളവർ ആരാ അവിടെ എന്ന് ചോദിച്ചാൽ എല്ലാവരും വന്ന് നോക്കണു. കണ്ടവർ ഈ കുട്ടികളുടെ കണ്ടിട്ട് കൗതുകത്തോടു കൂടിയിട്ട് ആ കുട്ടികളെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുകയാണ്. വെയിൽ കൊള്ളേണ്ട കോലായിൽ വന്നിരിക്കുവിനേവരും ദാഹിക്കിൽ ഇളനീരുണ്ട് കുടിപ്പാൻ കൊണ്ടുവന്നിടാം. അപ്പോൾ ഈ കുട്ടികളൊക്കെ വെയിലത്താണ് നിൽക്കണത്. നേരത്തെ വെയിൽ കൊണ്ടുവന്നതിനൊരു കാര്യം ഉണ്ടായില്ല എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലേ. ബ്രാഹ്മണരെ കാണാൻ പോയപ്പോൾ അമ്മമാരുടെ ആ മനസ്സ്, കുട്ടികളെ നിങ്ങളെന്തിനാ അങ്ങനെ വെയിൽ കൊള്ളണേ, നിങ്ങൾക്ക് വെയിൽ കൊള്ളണ്ട, വരൂ, നിങ്ങൾ എവിടുന്നാ വരണേ, നല്ല ക്ഷീണം ഉണ്ടല്ലോ മുഖത്ത്, ഇവിടെ ഇളനീരൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇളനീര് കുടിക്കാൻ തന്നോട്ടെ എന്നതാ ചോദിക്കുന്നു. അമൃതച്ചൊല്ലു കേട്ടമ്പാർന്നവരെ വരുമെത്രയും അകതാരിലൊതുങ്ങാത്ത സന്തോഷമലതല്ലവേ തൊഴുതും കൊണ്ടുരച്ചാരസതിമാരോടുമെല്ലവേ വൃന്ദാവനത്തിങ്കൽ നിന്നു വരുന്നോരങ്ങളൊക്കെയും പറഞ്ഞു. അപ്പോൾ കുട്ടികൾക്ക് നല്ല സന്തോഷമായി. അവർക്ക് ഇത്തിരി ഭയം ഉണ്ടായിരുന്നു, ആ ബ്രാഹ്മണരെങ്ങനെയല്ലേ പെരുമാറിയത്, ഇനിയിപ്പോൾ എങ്ങനെയാവുമെന്നൊരു ചെറിയ ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ അവർക്ക് സന്തോഷമായി അമ്മമാരുടെ വർത്തമാനം കേട്ടപ്പോൾ. അപ്പോൾ അവർ വേഗം പറഞ്ഞു, സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്മമാരോട് പറഞ്ഞു, അമ്മമാരെ ഞങ്ങളെ ഇതാ വൃന്ദാവനത്തിൽ നിന്ന് വന്ന കുട്ടികളാണ്. രാമനും കൃഷ്ണനും പൈക്കൾ മേച്ചുകൊണ്ടങ്ങു നിൽക്കയാം, വിശന്നുകൊണ്ട് വീട്ടിൽ പോയി കൊണ്ടുവന്നിടുവാൻ പണി. ഞങ്ങൾ എന്നും വരുമ്പോഴേ ആഹാരം പൊതികെട്ടി കൊണ്ടുവരാറുണ്ട്. ഇന്നെന്തോ എല്ലാവരും ആഹാരം എടുത്തില്ല. ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങൾ ഉച്ച കഴിഞ്ഞാൽ തിരിച്ച് വീടുകളിലേക്ക് പോകാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇന്ന് ആഹാരം എടുക്കാൻ. പക്ഷെ എന്താണെന്നറിയില്ല, ഞങ്ങളിന്ന് കുറച്ച് കളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് നല്ല വിശപ്പ്. ഇനി വീട്ടിൽ പോയി ആഹാരം എടുത്ത് കൊണ്ടുവന്ന് കഴിക്കുക എന്ന് വെച്ചാൽ അതൊരു ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കുള്ള ആഹാരം എല്ലാവരും കൂടി പോകാൻ പറ്റില്ലല്ലോ, പശുക്കളൊക്കെ അവിടെ മേയല്ലേ, എല്ലാവർക്കുള്ള ആഹാരം എടുക്കാൻ ഒരാൾ പോയാലും ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് വിശന്ന കാരണം കൊണ്ട് ഇങ്ങോട്ട് വന്നതാണെന്ന് കുട്ടികൾ പറയുന്നു. അപ്പോൾ പറഞ്ഞു അകലത്താകെ, അത് വീട് എന്താ വെച്ചാൽ അകലെയാണ്, വൃന്ദാവനം കുറച്ച് അകലെയാണ്, നടന്നു പോകണം. അപ്പോൾ പറയാണ് അകലത്താകയാൽ വീട്ടിൽ പോയി കൊണ്ടുവന്നിടുവാൻ പണി, അകലത്താകയാൽ ചോറുണ്ടെങ്കിൽ ഞങ്ങൾക്കുമേകണം ഓരോ സംഭാരമോ വല്ല കറിയോ കണ്ണിമാങ്ങയോ തന്നാലുടൻ കൊണ്ടുപോകാം, അതിനായങ്ങൾ വന്നതാം. അപ്പോൾ അവർ പറഞ്ഞു ഇത്ര അകലെയല്ലേ, ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ അവിടെ പോയി എടുക്കാൻ ചില ബുദ്ധിമുട്ടാണ്, അമ്മമാരെ ചോറെങ്ങാനും ബാക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ചോറ് ഞങ്ങൾക്ക് തരുമോ, മോരോ എന്തെങ്കിലും മാങ്ങാക്കറിയോ എന്തെങ്കിലും അച്ചാർ എന്ന് പറയില്ലേ അതന്നെ, അത് കണ്ണിമാങ്ങി എന്തെങ്കിലും മതി, ഞങ്ങൾ കഴിച്ചോളാം, ഞങ്ങൾക്ക് എന്തായാലും കുഴപ്പമില്ല, വിശപ്പ് മാറാൻ ഇത്തിരി ചോറ് കിട്ടിയാൽ മതി എന്നതായി കുട്ടികൾ ചോദിക്കണം. തന്നാലുടൻ കൊണ്ടുപോകാം, അതിനായി ഞങ്ങൾ വന്നതാം, കൃഷ്ണൻ എഴുന്നള്ളിയിടില്ലൊപ്പം എല്ലാവരും വരും. ഞങ്ങൾ കുറച്ച് കുട്ടികൾ മാത്രമേ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ അത് കൃഷ്ണൻ പറഞ്ഞയച്ചിട്ട് വന്നതാണ്. കൃഷ്ണൻ വന്ന് ചോദിക്കാന്ന് പറഞ്ഞാൽ ഞാനും കൂടെ ഉണ്ടെന്ന് വെച്ചാൽ എല്ലാവരും കൂടി വരാനായിട്ട്. കാരണം കൃഷ്ണനെ പിരിഞ്ഞിരിക്കുക വെച്ചാൽ എല്ലാവർക്കും വിഷമാണ്. അപ്പോൾ എല്ലാവരും കൂടി വരാനിരിക്കും. അപ്പോൾ പശുക്കൾ മുഴുവൻ അങ്ങോട്ടോ മാറിപ്പോയാൽ കാണില്ല അവരെ. അതുകൊണ്ടാണ് ഞങ്ങളെ കുറച്ച് പേരെ മാത്രം കൃഷ്ണൻ പറഞ്ഞയച്ചത് എന്ന് പറയുന്നു. അതിനാൽ മാത്രമാണിങ്ങോട്ടെഴുന്നള്ളാത്തത് അച്യുതൻ, അങ്ങേപ്പുറത്തു ചോദിച്ചിട്ടൊന്നും മിണ്ടിയിലൊരുത്തരും. അപ്പോൾ പറയണു അതുകൊണ്ടാണ് കൃഷ്ണൻ വരാഞ്ഞത്. ഞങ്ങൾ അപ്പുറത്ത് പോയി ചോദിച്ചു, അവരവിടെ പൂജയൊക്കെ ചെയ്യണ തിരക്കിലായ കാരണം അവരൊന്നും മിണ്ടിയില്ല എന്ന് പറയണു.
അതിനാൽ വീണ്ടും ഇങ്ങോട്ടേക്കയച്ചാൻ കമലക്ഷണൻ കൃഷ്ണൻ വൃന്ദാവനത്തിങ്കൽ വിശന്നും കൊണ്ടു നിൽക്കയാം. അപ്പോൾ അതുകൊണ്ടേ ഇതാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. ആ കണ്ണൻ അതവിടെ വൃന്ദാവനത്തിൽ വിശന്ന് നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം തരുമോ എന്ന് ചോദിച്ചു. ഇത് പറയണത് ഇത്രയും നേരം നിന്ന് പറയണത് ആരെങ്കിലും ഒരാൾ നിന്ന് കേട്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ഈ കുട്ടികൾ ഇങ്ങനെ നിന്ന് വർത്തമാനം പറയേണ്ടതെന്നുണ്ടെങ്കിലും കൃഷ്ണൻ രാമൻ എന്ന് കേട്ടോട് കൂടിയിട്ട് ഈ വിപ്രപത്നിമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭ്രമിച്ച് ഓടാൻ തുടങ്ങി. അപ്പോൾ കുട്ടികളും വിചാരിച്ചു ഇതെന്താണ് ഇനിയിപ്പോൾ ഈ ബ്രാഹ്മണന്മാരെ പോലെ ഇവരും നമ്മളെ ഒഴിവാക്കുകയാണോ എന്ന്. അത് കഴിഞ്ഞ് നോക്കൂ, ഇവരിത് പറഞ്ഞു തീരണേക്കാളും മുമ്പുണ്ട് ഇതാ എല്ലാവരും ഇതാ അവരവരുടെ കൈകളിൽ പാത്രങ്ങളിൽ ഭക്ഷണമൊക്കെ ആയിട്ട് തയ്യാറായിട്ട് ഇതാ നിൽക്കണു. കേൾക്കേണ്ട താമസം വിപ്രപത്നിമാരുള്ളിലെത്രയും സങ്കടപ്പെട്ടുകന്ന് കണ്ണീരാർന്നോർ എത്രയോ കാലമിങ്ങനെ കേട്ടുകേട്ടു മനക്കാമ്പിൽ മിന്നും ത്രൈലോക്യനാഥനെ കാണാമെന്നോർത്തുത്സാഹത്തള്ളലാർന്ന് എത്രയും ക്ഷണം അവിടേക്കു നിവേദിപ്പാൻ ഓരോ എടുത്താരവരേവരും ഇഞ്ചിത്തൈരിലക്കെട്ടു പരിപ്പു കദളിപ്പഴം ഉപസ്തരണമൊപ്പേരി ഉറതൈർ ചുക്കുവെള്ളവും പാൽപ്പായസം തുടർന്നുള്ളതെല്ലാം അത്യാദരത്തോടും പാത്രത്തോടെ എടുത്തും കൊണ്ടൊഴുകി വിപ്രപത്നികൾ സമുദ്രത്തിൻ്റെ നേർക്കോടും മഹാനദികൾ പോലവേ. അപ്പോൾ കുട്ടികൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കണേൻ്റെ ഇടയ്ക്കുണ്ട് ഇതാ അമ്മമാരെ എല്ലാ സാധനങ്ങളും, കാരണം എത്രയോ കാലമായിട്ട് കൃഷ്ണൻ രാമൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ കാണാൻ കൊതിച്ച് കാത്തിരിക്കുകയായിരുന്നു. എപ്പോഴെങ്കിലും ഒരിക്കലും ഒന്ന് കാണാൻ തരാമോ എന്ന് വെച്ച് കാണാൻ കൊതിച്ച് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതാ മുന്നിൽ തന്നെ ആ വന്ന് നിന്നു എന്ന് കണ്ടപ്പോൾ വളരെ വളരെ സന്തോഷമായി. അപ്പോൾ വേഗം അവർ പറഞ്ഞു, അവരെല്ലാവരും ഭക്ഷണങ്ങൾ ഓരോന്ന് എടുക്കണു. എല്ലാവരും ഇഞ്ചിത്തൈര് തൊട്ടിട്ട് പരിപ്പ്, കദളിപ്പഴം, പായസം, സാധനങ്ങൾ സദ്യ ഗംഭീരമായിട്ട് ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും. ആ സദ്യയുടെ എല്ലാ സാധനങ്ങളും എടുത്ത് ഇലക്കെട്ട് വരെ ഒരാൾ ഇല വരെ എടുത്തു അത്രേ. അങ്ങനെ എല്ലാവരും വരിയായിട്ട് പോകാൻ തയ്യാറായിട്ട് നിൽക്കണു. ആ സമയത്ത് ഒരമ്മ നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല. എന്താ ചെയ്യുക? അപ്പോൾ അവിടെ മുറുക്കാഞ്ചെല്ലാം ഇരിക്കണുണ്ടു. അപ്പോൾ വേഗം ആ മുറുക്കാഞ്ചെല്ലെടുത്ത് കയ്യെ പിടിച്ച് അവരും ഒരുങ്ങി. സമുദ്രത്തിലേക്ക് ഓടുന്ന നദികളെ പോലെ എന്നാണ് ആ വിപ്രപത്നിമാരുടെ ആ ഒഴുക്കിനെ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അയച്ചുകൊള്ളുവിൻ ചോറും മറ്റുമെങ്ങോട്ടൊരിക്കലും പോകാൻ പാടില്ലത്രയൊന്നുമായി ആയില്ല ഉച്ചത്തിൽ ഈ വിധം ഭർത്താവും അച്ഛനും മറ്റും തടഞ്ഞിട്ടൊരു ലേശവും കൂട്ടാക്കിയില്ല ഈശ്വരനിൽ ഉൾക്കാമ്പെത്തിയ ധന്യകൾ. ഇവരിങ്ങനെ ഓടണം കണ്ടപ്പോൾ അവിടെ ആ സത്രത്തിലിരിക്കണം ബ്രാഹ്മണന്മാർ കുറച്ച് പേരും കൂടെ ഓടി വന്ന്, നിങ്ങൾ എവിടേക്കാണ് പോണേ? അപ്പോൾ അതാ കൃഷ്ണനും രാമനും വന്നിട്ട് എത്ര കൃഷ്ണനും രാമനും കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അത് ആരോ വിളിച്ച് പറയുകയാണ്. അവർക്ക് നിൽക്കാനൊന്നും നേരമില്ല. അപ്പോൾ ഓടണേനിടയ്ക്ക് പറഞ്ഞു പോവുകയാണ്, കൃഷ്ണനും രാമനും വന്നിട്ടുണ്ട് അത്രേ എന്നുള്ളത് പറഞ്ഞു പോവാം. അപ്പോൾ അത് കേട്ടപ്പോൾ ഇവർ പറയണു, നിങ്ങൾ എവിടേക്കാണ് പോണേ? നിങ്ങൾ വേണമെങ്കിൽ വല്ല ചോറോ എന്തെങ്കിലും സാധനങ്ങൾ കുറച്ച് ഏൽപ്പിക്കൂ, അല്ലാണ്ട് നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഭക്ഷണം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ആരും കേൾക്കാണ്ട് സാധാരണ എല്ലാവരെയും പതിവ്രതകളായ വിപ്രപത്നിമാർ ഭർത്താവിൻ്റെയൊക്കെ വാക്കുകളെ ധിക്കരിക്കില്ല, അതുപോലെ അച്ഛനമ്മമാരുടെ വാക്കുകളെ ധിക്കരിക്കുക, സഹോദരൻ്റെ വാക്കുകളെ ധിക്കരിക്കുക, ഇതൊന്നുമില്ല. ഇവരിത് കേട്ട വഴി ഇവരുടെ വാക്കുകളൊന്നും കേട്ടിട്ടൊന്നും ഈ വിപ്രപത്നിമാർക്ക് യാതൊരു കുലുക്കവും ഉണ്ടായില്ല എന്നാണ് പറയണേ. വെയിൽ, നല്ല വെയിൽ. അപ്പോൾ ഒന്നിങ്ങനെ തിരിഞ്ഞിരുന്നതാണ്. അപ്പം അങ്ങനെ ഈ വിപ്രപത്നിമാർക്ക് യാതൊരു കുലുക്കവും ഉണ്ടായില്ല. അവർ ആരുടെ വാക്കുകളെയും കേൾക്കാതെ കണ്ട് എല്ലാവരും കൂടിയിട്ട് ഓരോന്നും എടുത്തിട്ട് പോവുകയാണ്. ഭർത്താവും അച്ഛനും മറ്റും തടഞ്ഞിട്ടൊരു ലേശവും കൂട്ടാക്കിയിൽ ഈശ്വരനിൽ ഉൾക്കാമ്പെത്തിയ ധന്യകൾ. ദൂരത്തു നിന്നേ കണ്ടാര കമലാക്ഷികൾക്ക് നാഥനെ പീലിക്കിരീടവും ഗോപിക്കുറിയും വനമാലയും
പീതാംബരവുമാർന്നേറെ വിലസും മുകിൽ വർണ്ണനെ പടർന്നു പന്തലിച്ചുള്ളോരശോകത്തിൻ്റെ ചുവട്ടിലായി. തോഴൻ്റെ ചുമലിൽ പുല്ലാങ്കുഴലേന്തുമിടങ്കരം വെച്ചു പൊന്മോതിരം മിന്നും വലം തൃക്കരതാരിനാൽ ചെന്തണ്ടലർപ്പൂമൊട്ടൊന്നു മെല്ലെ മെല്ലെ ചുഴറ്റിയും തങ്ങളെ തന്നെ തൃക്കൺ പാർത്തരുളും നീരജാക്ഷനെ. ഇത് മനോഹരമായൊരു ദർശനമാണെന്ന് നോക്കൂ. ആര് പറഞ്ഞിട്ടും ആര് പറഞ്ഞിട്ടും കൂട്ടാക്കിയില്ല. ആര് പറഞ്ഞിട്ടും കൂട്ടാക്കാതെ കണ്ട് അവരിതാ പോയി അവിടെ ചെന്നിട്ട് അകലേന്ന് തന്നെ ഭഗവാനെ കണ്ടു. ഭഗവാൻ എങ്ങനെയാണ് നിൽക്കുന്നത്? ഒരു അശോകമരം നിറയെ പൂത്തു നിൽക്കുന്ന ഒരു അശോകമരത്തിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത്. കൂടെ ഒരു കൂട്ടുകാരൻ ഉണ്ട്. ആ കൂട്ടുകാരൻ ഓടക്കുള്ളിൽ വെച്ച കൈ ഇങ്ങനെ പിടിച്ച് ആ കൂട്ടുകാരൻ്റെ തോളത്ത് ഇങ്ങനെ വച്ചിരിക്കുക. മറ്റേ കയ്യിലൊരു താമരപ്പൂ പിടിച്ചിട്ട് ഇങ്ങനെ ചുഴറ്റി അവരെ തന്നെ ആ തൃക്കാലിങ്ങനെ പിണച്ച് വെച്ച് വരുന്നവരെ തന്നെ കാത്തു നിന്ന് നിൽക്കുന്ന പോലെ അവരെ തന്നെ നോക്കിക്കൊണ്ട് പ്രേമത്തോടുകൂടി അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ നിൽക്കുകയാണ്. കേട്ടുകേട്ടുള്ളിൽ നന്നായി വിളങ്ങുവതിലെത്രയോ മീതയാം ഭഗവാനെ കൺമുന്നിൽ നേരിട്ടു കാൺകയാൽ സർവതാപങ്ങളും നീങ്ങി വിലസി വിപ്രപത്നികൾ പരമാത്മാവിൽ മുട്ടിയിടും ചിത്തവൃത്തികൾ പോലവേ മറ്റുള്ള വാഞ്ചയൊട്ടാകെ വിട്ടെറിഞ്ഞമ്പൊടി വിധം തന്നെത്താൻ കാണുവാൻ വന്നോരവരോടു ചിരിച്ചുടൻ ചൊല്ലിനാൻ, ഭാഗ്യവതികൾ നിങ്ങൾ അന്തർജനങ്ങളെ ഇച്ചെയ്ത പുണ്യസൽക്കാരം മറക്കില്ലൊരു കാലവും. അവരോടിതാ പറയണു, അവരിതാ കുറേ കാലമായിട്ട് കൃഷ്ണൻ രാമൻ എന്നിങ്ങനെ കേട്ട് ഈ ഗോപസ്ത്രീകളൊക്കെ പാലും തൈരൊക്കെ കൊണ്ട് ചെല്ലുമ്പോൾ ഈ കൃഷ്ണൻ്റെ കഥകളും കൃഷ്ണൻ്റെ ഓരോ കുറുമ്പുകളൊക്കെ ഇങ്ങനെ വിസ്തരിച്ച് ഇങ്ങനെ പറയും. അപ്പോൾ അത് കേട്ട് കൊതിച്ചിട്ടാണ് ഇവരിങ്ങനെ ഇരുന്നിരുന്നത്. പക്ഷേ ആ ഗോപസ്ത്രീകളെല്ലാം പറഞ്ഞു കേട്ടതിലും എത്രയോ മീതെയാണ് ഭഗവാന്റെ സൗന്ദര്യം, ആ ഭഗവാന്റെ കാരുണ്യം, ആ കണ്ണുകളിലെ ഓളം തള്ളുന്ന ആ കാരുണ്യം. കരുണാസമുദ്രം തന്നെയാണ് ഭഗവാന്റെ കണ്ണുകൾ. എത്ര മനോഹരമായ പുഞ്ചിരിയാണ്, ആരെയും മയക്കുന്ന പുഞ്ചിരി. എന്തൊരു ഭാഗ്യവതികളാണ് ആ ഗോപസ്ത്രീകൾ. ഈ കണ്ണനെ നിത്യദർശനത്തിന് അവർക്ക് സാധിച്ചുല്ലോ, ഭാഗ്യം ഉണ്ടായില്ലോ എന്നൊക്കെ ഇവർ ഈ ആലോചിച്ചുകൊണ്ട് കണ്ണനെ തന്നെ ഇമ വെട്ടാണ്ട് നോക്കുകയാണ്. എല്ലാ സർവ്വപാപങ്ങളും സർവ്വദുഃഖങ്ങളും തീർന്നു, ഇനി ജീവിതത്തിലൊന്നും നേടാനില്ല എന്നുള്ള ഭാവത്തിൽ ഇമ വെട്ടാണ്ട് നോക്കണു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എല്ലാവരെയും ഉപേക്ഷിച്ചിട്ട് എല്ലാ തടസ്സങ്ങളെയും വിട്ടിട്ട് വിപ്രപത്നിമാരിതാ ഓടി വന്നിരിക്കുകയാണ്. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭാഗ്യവതികളാണ്. കാരണം കണ്ണൻ പറയണത് ഇപ്പം എന്നെ കാണാൻ വന്നുകൊണ്ട് ഭാഗ്യം അങ്ങനെയൊന്നും അല്ല പറയണേ. നിങ്ങൾ ഭാഗ്യവതികളാണ്. കാരണം പുണ്യസൽക്കാരം ചെയ്യുക, വിശക്കുന്നവന് ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൽക്കർമ്മം. ബാക്കി എന്തു തന്നെയും കൊടുത്ത് മതിയാക്കാൻ പറ്റില്ല. വിശക്കുന്ന ഒരാൾക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ആ ആഹാരം കഴിച്ചാൽ ആ സമയത്തേക്കെങ്കിലും പറയും മതി, ആകെക്കൂടി മതി എന്ന് പറയുന്ന ഒരു കാര്യം അത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും മതിയാവില്ല. കുറച്ച് കഴിഞ്ഞാൽ വിശക്കുമ്പോൾ വീണ്ടും വേണമെന്ന് പറയും, അത് വേറെ. പക്ഷേ എന്നാലും മതി എന്ന് പറയണ ഒരു സാധനം ആഹാരം മാത്രമേ ഉള്ളൂ. അന്നദാനം മഹാദാനം എന്ന് അതുകൊണ്ടാണ് പറയണേ. അപ്പം അങ്ങനെയുള്ളൊരു ദാനം ഈ പുണ്യസൽക്കാരം ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചില്ലേ? നിങ്ങൾക്ക് തോന്നിയില്ലേ? നിങ്ങൾ പുണ്യശാലികളായതുകൊണ്ടാണ്, നിങ്ങൾ ഭാഗ്യശാലികളായതുകൊണ്ടാണ് സൽക്കർമ്മങ്ങളൊക്കെ നിങ്ങൾ ചെയ്തത്. ആ ഈശ്വരൻ സ്വീകരിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് സൽക്കർമ്മങ്ങൾ ഇതുപോലൊരു പുണ്യം ചെയ്യാൻ സാധിച്ചത്. ആർക്ക് അന്നദാനത്തിനൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നണത് തന്നെ ഈശ്വരൻ്റെ കൃപാകടാക്ഷം കൊണ്ടാണ് അത്രേ. പ്രതിബന്ധങ്ങളൊട്ടേതും വകവയ്ക്കാതെ ഈ വിധം വന്നടഞ്ഞതിലങ്ങൾക്കു സന്തോഷമളവറ്റതാം. എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ. എല്ലാവരും നിങ്ങളെ വഴക്കൊക്കെ പറഞ്ഞതല്ലേ, എന്നിട്ട് പോലും നിങ്ങൾക്കിതാ ഈ അന്നദാനത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് നിങ്ങൾ ബാക്കി എല്ലാത്തിലും
മികച്ചത് ഇത് തന്നെയാണെന്നുള്ള ബോധത്തോടു കൂടി നിങ്ങളിങ്ങോട്ട് വന്നില്ലേ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും പുണ്യവതികളാണ് എന്ന് പറയുന്നു. ഇരുന്നിടുവിനി ഞങ്ങൾ വല്ലതും ചെയ്തിടേണമോ, ജീവിതോദ്ദേശമറിയും ബുദ്ധിയുള്ളവരേവരും സ്നേഹിക്കുമെന്നെ ഈ വണ്ണം ഞങ്ങളെക്കാളും എത്രയും ദേഹപുത്രകളത്രാദിയേതും ആത്മാവകന്നിടിൽ പ്രിയമല്ലതിൽ ആത്മാവാമത്രേ സർവത്തിലും പ്രിയം. പാത്രങ്ങളൊക്കെയും എത്തിക്കാം, നിങ്ങൾ പോകുവിൻ. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇത് ഈശ്വര പൂജയാണ് നിങ്ങൾ ചെയ്തത്. അന്നദാനം എന്ന് വെച്ചാൽ എന്താ? ഈശ്വര പൂജയാണ്. ഈശ്വരനെ സ്നേഹിക്കുക. ഭഗവാൻ താൻ ഈശ്വരനാണ് എന്നുള്ളൊരു ഭാവം അവരോട് പറയാണ്ട് പറഞ്ഞു. എല്ലാ പ്രതിസന്ധങ്ങളും വകവയ്ക്കാണ്ട് വന്നുല്ലോ. ഇനി എന്താ വേണ്ടേ? ഇതുപോലെ വിശന്നിരിക്കുന്നവരെ സ്നേഹിച്ച് അവർക്ക് ആഹാരമൊക്കെ നൽകുകയാണെങ്കിൽ അത് ഈശ്വര സേവയാണ്. ദേഹം, പുത്രം, കളത്രാദി ഇതൊക്കെ ആ ആത്മാവ് ഉള്ളിൽ നിന്ന് വിട്ടാൽ കന്നു എന്ന് വിചാരിച്ചാൽ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ആത്മാവ് ഉള്ളിലുള്ളിടത്തോളം കാലം ശരീരമുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആത്മാവാണ് നിത്യസത്യം. അപ്പോൾ നമ്മൾ ആ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെയാണ് സ്നേഹിക്കേണ്ടത്. ആ ആത്മാവിന് നാശമില്ല, അതെപ്പോഴും നമ്മുടെ കൂടെ തന്നെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്ത ഈ മഹാപുണ്യം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഒരുപാട് സന്തോഷമായി. ഇനി പാത്രങ്ങളൊക്കെ കഴുകി ഞങ്ങളങ്ങോട്ട് എത്തിച്ചോളാം, പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അല്ല കണ്ണ, ഞങ്ങളെ ഭക്ഷണമൊക്കെ വിളമ്പി തന്നിട്ട് പോവാം. ഗോപി അങ്ങനെയാണല്ലോ അമ്മമാർക്ക് കുട്ടികൾക്ക് വിളമ്പി കൊടുക്കുക. അപ്പോൾ എല്ലാ കുട്ടികളെയും ഇരുത്തി അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ കൊടുത്തപ്പോൾ പറഞ്ഞു, ഇവിടെ അങ്ങനെ ഒരു ഭേദമൊന്നുമില്ല, അമ്മമാരും ഇരിക്കൂ, നിങ്ങൾക്കൊക്കെ ഞാനും വിളമ്പിത്തരാം എന്ന് പറഞ്ഞു. പരസ്പരം എല്ലാവർക്കും വിളമ്പിക്കൊണ്ട് സന്തോഷത്തോടു കൂടി എല്ലാവരും ഇരുന്ന് ഊണൊക്കെ കഴിച്ചു. അപ്പോൾ ഒരു ഗോപിയുടെ വിപ്രപത്നിയുടെ ഒരു അമ്മയുടെ കണ്ണിങ്ങനെ നിറഞ്ഞ് ഒഴുകണത് കണ്ണൻ കാണാണ്ടിരിക്കാനായിട്ട് ഇങ്ങനെ ആ അമ്മ കഷ്ടപ്പെടുക. കാരണം എന്താണെന്ന് വെച്ചാൽ ആ അമ്മയ്ക്ക് ഒന്നും കണ്ണന് കൊടുക്കാൻ സാധിച്ചില്ല. അമ്മ കൊണ്ടുവന്നത് എന്താ? ആ വെറ്റില താമ്പാളാണ് എടുത്തുകൊണ്ട്, വേറെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ കിട്ടിയത് എടുത്തിട്ട് ഓടുക ചെയ്തത്. ഇതൊക്കെ ഇത്രയും നല്ല സദ്യയൊക്കെ കഴിച്ചിട്ട് ഇതൊക്കെ എങ്ങനെ കണ്ണന് കൊടുക്കണു, ഈ വെറ്റില മുറുക്കാൻ എങ്ങനെ കൊടുക്കണു എന്നുള്ള സങ്കടത്തിൽ അമ്മയുടെ കണ്ണ് നിറയാണ്. അമ്മയ്ക്ക് അത് ആ കണ്ണൻ അതെങ്ങനെ വിളമ്പി കൊടുക്കുമ്പോൾ അമ്മ ഇങ്ങനെ കണ്ണൻ്റെ മുഖത്ത് നോക്കാൻ മടിക്കുക. എന്താ എനിക്ക് വേണ്ടിയിട്ട് അമ്മ കൊണ്ടുവന്നേക്കണേന്നെങ്ങാനും ചോദിച്ചാൽ ഞാൻ എന്ത് കൊടുക്കും? എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ എന്നുള്ള സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ്. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞപ്പോൾ കണ്ണൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇത്രയും കൊണ്ടുവന്ന് വന്നപ്പോൾ ഒരുപാട് സന്തോഷമായി. എനിക്ക് ഇത്രയും നിങ്ങൾ തന്നൂലോ, എനിക്ക് ഒരുപാട് സന്തോഷമായി. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞാൽ ഇത് പൂർണ്ണമാവണമെങ്കിൽ താമ്പൂലം ചരണം കൂടി ഉണ്ടായാൽ മാത്രമേ ഒരു സദ്യ അത് പൂർണ്ണമാവുള്ളൂ. അപ്പോൾ ആരെങ്കിലും താമ്പൂലം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ ഈ അമ്മ അതുവരെ തളഞ്ഞു നിർത്തിയ കണ്ണുനീരൊക്കെ കൂടി ആനന്ദ കണ്ണുനീരായിട്ട് പൊട്ടി ഒഴുകിക്കൊണ്ട് കണ്ണനെ വെറ്റിലയിൽ ആ സുഗന്ധമായിട്ടുള്ള ആ ചുണ്ണാമ്പൊക്കെ തേച്ച് ചുണ്ണാമ്പൊക്കെ തേച്ച് അതിൽ അത്രയും സുഗന്ധപൂരിതമായിട്ടുള്ള സാധനങ്ങൾ, അതായത് ഇന്നത്തെ പോലെ ഈ പുകല അങ്ങനെ ലഹരിയല്ല അതിന് വരണത്. അതിൻ്റെ ഔഷധക്കൂട്ടാണ്. വെറ്റിലയുടെ നീര് ഔഷധമാണ്. അതിൽ ശരിക്കും ചേക്കേണ്ട ചുണ്ണാമ്പിൻ്റെ അംശവും ഔഷധമാണ്. അധികം ആവരുതെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ വയ്ക്കുന്ന അടയ്ക്ക മുതലായിട്ടുള്ള സാധനങ്ങളിൽ പല വിധത്തിലുള്ള സാധനങ്ങൾ ചേർത്തിട്ട് അതിൻ്റെയൊക്കെ നീര് ചെന്ന് കഴിഞ്ഞാൽ ദഹനത്തിനും മറ്റുള്ളതിനൊക്കെ നല്ലതാണ് എന്ന് പറയുന്നു. അതാണ് ആഹാരം. സദ്യയൊക്കെ കഴിഞ്ഞാൽ, പണ്ട് കാലത്തൊക്കെ സദ്യയൊക്കെ കഴിഞ്ഞാൽ മുറുക്കാൻ വയ്ക്കും. ഇപ്പോഴത്തെ കാലത്ത് മുറുക്കാൻ വെക്കണേൽ അശോകപ്പാക്കൊക്കെയാണ് വയ്ക്കുക. അതൊക്കെ അല്ല, അതിൻ്റേതായ ചിട്ടവട്ടത്തിൽ വയ്ക്കും. അപ്പോൾ അതും നല്ലതാണ്. അപ്പോൾ അമ്മയ്ക്ക് നല്ല സന്തോഷമായി. അമ്മ അതൊക്കെ കൊടുത്തു. ഇനി നിങ്ങളിതാ വീട്ടിലേക്ക് പൊക്കോളൂ, എല്ലാം സന്തോഷമായി, ഇതൊക്കെ പാത്രങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ട് എത്തിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ അവർ പതിവ്രതകൾ വേട്ടോരെ വെറുപ്പിക്കലൊരിക്കലും, അതിനാൽ ഞങ്ങൾ പോകേണം പതിമാർക്കരികത്തുടൻ. പറഞ്ഞു, നിങ്ങൾ പതിവ്രതകളായിട്ടുള്ളവരല്ലേ, ഭർത്താക്കന്മാരെ വെറുപ്പിക്കാൻ പാടില്ല, അതുകൊണ്ട് നിങ്ങൾ ഭർത്താക്കന്മാരുടെ അടുത്തേക്ക് പോവൂ
അവരവിടെ സത്രം പൂർണ്ണമാക്കണമെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാണ്ട് പറ്റില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ പോകുമെന്ന് പറഞ്ഞു. യജ്ഞം മംഗളമാവാനെന്നരുളി നിർബന്ധമാമവൻ വിപ്രപത്നികളീ വണ്ണം മഴൽ പൂണ്ടോതി മെല്ലവേ. അപ്പം അവർക്ക് വല്ലാത്ത സങ്കടമായി. അവർക്കെന്താ സങ്കടം? ചൊല്ലാകി മട്ടിൽ നിൻപാദാശ്രിതർ പിന്നീടൊരിക്കലും ഗൃഹകൂപത്തിൽ വീഴില്ലെന്ന് എന്നല്ലോ ഘോഷിപ്പു വേദവും. മറ്റെല്ലാവരും ഓതിയിടില്ലങ്ങൾക്കില്ലൊരു വാദവും. സർവജ്ഞനാം അവിടന്നിത്ര നിർദ്ദയനാകലാം. ഭർത്താവും അച്ഛനും മറ്റും കൂട്ടാക്കിയിടാത്ത ഞങ്ങളെ കൈക്കൊള്ളില്ല കൊള്ളേണ്ട നീയേ ഗതി മഹാപ്രഭോ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെ ഭർത്താക്കന്മാരെയും അച്ഛനെയും അമ്മയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് അവരൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അവരുടെ വാക്കുകളെയൊക്കെ ധിക്കരിച്ചിട്ടാണ് വന്നത്. ഇനി അവരൊരിക്കലും ഞങ്ങളെ സ്വീകരിക്കില്ല. അപ്പം ഞങ്ങൾക്ക് വേറെ ആരും ആശ്രയമില്ല ഭഗവാനെ, അവിടുന്ന് മാത്രമേ ഉള്ളൂ കൃഷ്ണ. അതുകൊണ്ട് ഞങ്ങളെ ഇനി പോവാൻ പറയരുത്. ഞങ്ങൾ എന്തെങ്കിലും കൃഷ്ണന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു ഞങ്ങൾ കൃഷ്ണൻ്റെ കൂടെ കൂടിക്കോളാം എന്ന് ഈ വിപ്രപത്നിമാർ പറഞ്ഞു. അപ്പം പറഞ്ഞു, ഭഗവാൻ അരുളി ചെയ്തു, ഭർത്താവെന്നല്ല സർവരും എന്നെ സ്നേഹിക്കയാലെന്നും മാനിക്കും ഇനി നിങ്ങളെ. ഈ മട്ടൻ കൂടെ വാണിയിടല്ല നിങ്ങൾക്കു ഭൂഷണം ഉൾക്കാം പെന്നിലുറച്ചിടാൻ വേർപെടാം പരമോത്തമം. അപ്പം ഇപ്പം നിങ്ങൾ എൻ്റെ കൂടെ ഇങ്ങനെ വന്നിവിടെ നിന്നു എന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ ഉള്ളിലൊരു കുറ്റബോധമുണ്ട്. ഭർത്താവിനെ ധിക്കരിച്ചു, അച്ഛനെ ധിക്കരിച്ചു, അമ്മയെ ധിക്കരിച്ചു എന്നൊക്കെ ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സെന്നിലുറക്കില്ല. അതേസമയം നിങ്ങളിപ്പോൾ അങ്ങോട്ട് തിരിച്ചു പൊക്കോളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കർമ്മങ്ങൾ ഇനി ബാക്കി നിൽക്കുന്നുണ്ട്. ആ കർമ്മങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തീർത്ത് നിങ്ങൾ അവിടുത്തെ സത്രമൊക്കെ പൂർത്തിയാവണമെങ്കിൽ നിങ്ങൾ വേണം. അപ്പോൾ നിങ്ങൾ തിരിച്ചു പൊക്കോളൂ. നിങ്ങളുടെ ഭർത്താവും അച്ഛനും അമ്മയും സഹോദരൻ എന്നല്ല, ലോകത്തുള്ളവർ മുഴുവൻ നിങ്ങളെ മാനിക്കും. ഇനി നിങ്ങൾ എൻ്റെ കഥ ആര് എത്ര കാലം പറയുന്നുണ്ടോ അത്രയും കാലം നിങ്ങളെ പറ്റിയും എല്ലാവരും പറയും. നിങ്ങളുടെ ഭാഗ്യത്തെ പറ്റി എല്ലാവരും പറയും. നിങ്ങളെ എല്ലാവരും മാനിക്കും. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ആ ഭഗവാന്റെ വാക്ക് കേട്ടിട്ട് ആ വിപ്രപത്നിമാർ തിരിച്ചു പോവുകയാണ്. ഇതുവിധം അരവിന്ദാക്ഷൻ്റെ വിജ്ഞാപനം കേട്ട അതുലചരിതമാരം വിപ്രപത്നി ജനങ്ങൾ പതികളുടെ സമീപം ചെന്നു സത്രം സമാപിപ്പളവ് അവിടം യറ്റി ശുദ്ധഭക്തി പ്രവാഹം. അങ്ങനെ ആ വാക്കുകൾ കേട്ടിട്ട് ഈ വിപ്രപത്നിമാർ തിരിച്ചു പോണു. തിരിച്ചു ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരൊക്കെ സന്തോഷത്തോടു കൂടിയിട്ട് സ്വീകരിച്ചു. ഇവരൊക്കെ ഒരു നിലയ്ക്ക് ഭഗവാനോ ധിക്കരിച്ചിട്ടോ ഭഗവാനോട് ഇഷ്ടമില്ലാണ്ടൊന്നുമല്ല. അവർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു ഭഗവാനെ പറ്റിയിട്ടെന്ന് ഉള്ളത് ശരി. പക്ഷേ കംസനെ പേടിച്ചിട്ടും കൂടിയാണ് അവർ ആ കൃഷ്ണൻ്റെ അടുത്തേക്ക് പോവാഞ്ഞത്. അപ്പോൾ അവർ എപ്പോഴാണോ വിപ്രപത്നിമാർ ആ ഭഗവാന്റെ സമീപത്തെത്തിയ ഭഗവാന് തങ്ങളുടെ കയ്യിലുള്ള നൈവേദ്യമെല്ലാം സമർപ്പിച്ചത്, അപ്പോൾ തന്നെ അതിൻ്റെ അനുഭവം ഭർത്താക്കന്മാർക്കുണ്ടായി. അവരുടെ മനസ്സ് മാറി. അവർ ഈശ്വരനെ സാക്ഷാൽ ആ ഭഗവാന്റെ മഹത്വം തിരിച്ചറിഞ്ഞു. ഭർത്താക്കന്മാർക്കും അച്ഛനും അമ്മയ്ക്കും. അപ്പോൾ കുടുംബത്തിലുള്ള ആരെങ്കിലും ഒരാൾ ഈശ്വരനെ ആത്മാർത്ഥമായിട്ട് ഈശ്വരനിൽ സർവം സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും നന്മയായിട്ട് തീരും. എല്ലാവരുടെ മനസ്സും മാറും. ഈ വിപ്രപത്നിമാരൊരിക്കലും വിചാരിച്ചിട്ടില്ല എൻ്റെ ഭർത്താവിൻ്റെ മനസ്സ് മാറണേ ഗുരുവായൂരപ്പ, എൻ്റെ ഭർത്താവിന് ഭക്തി ഉണ്ടാവണം, അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. അവരൊന്നും ചെയ്തിട്ടില്ല. അവർ ചെയ്ത കർമ്മം ഈശ്വരന് സമർപ്പിച്ചു, അത്രയേ അവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ സമർപ്പണം ഭഗവാൻ സ്വീകരിച്ചപ്പോൾ നമ്മൾ പലരും പറയണ കേട്ടിട്ടുണ്ട്, ഞാൻ എന്നും വരും, അതിന് ആൾക്കൊരു ഭക്തിയില്ല. നമുക്ക് പറയാൻ പറ്റുമൊന്നുമില്ല കേട്ടോ, ആർക്കാ ഭക്തിയില്ല ആൾക്കാ ഭക്തിയില്ലാത്തതെന്ന്. അമ്പലത്തിലേക്ക് വരാൻ ഇഷ്ടമില്ല, അതൊന്നും നോക്കണ്ട. നമ്മൾ ചെയ്യുന്ന പുറമേ കാണുന്ന പ്രവൃത്തികളൊന്നുമല്ല ഭക്തിയുടെ തലം. അപ്പോൾ അവർ ഇതാവണില്ല എത്രയും പറഞ്ഞിട്ട് നാമം ജപിക്കുക, എന്നെ പരിഹസിക്കുക. അപ്പം നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തികളിൽ മുഴുവനും ശ്രദ്ധയില്ല. നമ്മളുടെ ശ്രദ്ധ മുഴുവൻ ഇവർ നേരെയാവുണ്ടോ എന്നുള്ളതാണ്. ആദ്യം അവനവൻ നേരെയാവട്ടെ, എന്നിട്ടാവാൻ മറ്റുള്ളവർ നേരെയാവുണ്ടോ എന്ന് നോക്കാം. സ്വന്തം അവനവൻ നേരെയായാലേ നമ്മളൊരാളും മറ്റുള്ളവർ നേരെയാവുണ്ടോ എന്ന് അന്വേഷിക്കില്ല. മറ്റുള്ളവർ നേരെയാവുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നുണ്ടോ, അപ്പോൾ നമുക്ക് ഉറപ്പാണ് നമ്മൾ നേരെയായിട്ടില്ല എന്ന്. നമ്മൾ നേരെയായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സ് എവിടെയോ ഉണ്ടാവുള്ളൂ, ഗുരുവായൂരപ്പല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവരുടെ മനസ്സും
ആ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ ഉറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സത്സംഗം അവിടെ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും പാദത്തിൽ വീണ്ടും 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 നമസ്കരിക്കണോ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ വരുന്ന ശനിയാഴ്ച നമ്മുടെ മുല്ലോർലി തേവരുടെ അവിടെ തിരുവോണൂട്ടാണ്. അപ്പോൾ പലരും നമ്മുടെ പ്രേമപുഷ്പാഞ്ജലിയുള്ളവർ ചോദിച്ചു എന്നാണ് ഈ തിരുവോണൂട്ട്, ഞങ്ങൾക്ക് വരണം എന്നുണ്ടെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും എല്ലാവരും വരണം. രാവിലെ 9:30 മുതൽ 11:30 വരെ നാമജപം ഉണ്ടായിരിക്കും. ആ നാമജപത്തിൽ പങ്കെടുത്ത് ഭഗവാന്റെ പ്രസാദമൊട്ടും കഴിച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോവാം. എല്ലാവരും വരണം, എല്ലാവരും ക്ഷണിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ വന്ന് ഈ സ്ഥലമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനിയിതാ സപ്താഹം നടക്കാൻ പോവുകയാണ്. ഏപ്രിൽ മേടം 1 വിഷുവിൻ്റെ അന്ന് മാഹാത്മ്യത്തോട് കൂടിയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിലും നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നാമജപത്തിന് ഒരാൾ കൂടുതൽ വന്നാൽ അത്രയും സന്തോഷമാണ്. ഉറക്കെ നാമം ചെല്ലുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ഭഗവാനും അതെ, ആ ഭഗവാന്റെ കൂടെ ഇരുന്ന് നാമം ജപിക്കുന്ന നമ്മൾക്കും അതെ. അപ്പോൾ ആ ആനന്ദം അനുഭവിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവരും വരണം എന്നും കൂടി പ്രാർത്ഥിക്കുന്നു. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണപ്രാണാധിക പ്രിയേ പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരരും ശുഭേ തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗപത്മാവതീ രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ കൈതൊഴാം തുളസീരൂപേ തൊഴാം ലക്ഷ്മിസ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകയറ്റണേ. ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ. ബർഹാപീഠം നടവരവപുകർണയോ കർണികാരം ബിഭ്രദ്വാസക്കനകകപിശം വൈജയന്തിം ചമാലാം രന്ധ്രാൻ വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശദ്ഗീതകീർത്തിം ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണ മദീയ ജന്മം. രാധേശ്യാം രാധേശ്യാം രാധേശ്യാം.